നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത്. ആ സൂറത്ത് നാം പാരായണം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ആ സൂറത്ത് ഏതാണ്? ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? അതുപോലെ തന്നെ ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ മറ്റു മഹത്വങ്ങൾ, മറ്റു നേട്ടങ്ങൾ, പ്രതിഫലങ്ങൾ നമുക്കുണ്ട്. അത് എന്തൊക്കെയാണ്? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നൂർ സ്വബാഹിൻ്റെ പ്രഭാതത്തിലെ വളരെ മനോഹരമായ ഒരു ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ പ്രേക്ഷകർ അള്ളാഹുവരുടെ എല്ലാ ഹലാലായ മുറാദുകളെയും ഹാസിലാക്കി നൽകട്ടെ. അവരെയൊക്കെ അള്ളാഹു ഉന്നതിയിൽ എത്തിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ക്ലാസ്സൊക്കെ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതൊരു നല്ല പ്രവർത്തനമാണല്ലോ. നാം ഇന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ സൂറത്തുണ്ട്. ആ സൂറത്ത് നാം പാരായണം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ്. ആ സൂറത്ത് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്തർ, വാലറ്റവൻ എന്ന് പറഞ്ഞുകൊണ്ട് മുശ്രിക്കീങ്ങൾ പരിഹസിക്കുകയാണ്. ഹബീബായ തങ്ങൾക്ക് പരമ്പരയില്ല, ആൺമക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഇറക്കുകയാണ്. ആ സൂറത്താണ് സൂറത്തുൽ കൗസർ. ഹബീബായ തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സൂറത്തിറങ്ങുകയാണ്. ഹബീബായ തങ്ങളെ, അങ്ങല്ല വാലറ്റവൻ, അങ്ങേ പരിഹസിച്ചവരാണ് വാലറ്റവർ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇറങ്ങി എന്നാണ്. ഈ സൂറത്ത് ഇറങ്ങിയ സമയത്ത് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. മുശ്രിക്കീങ്ങളെ പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഖുർആനിന് പകരം ഒരു ഖുർആൻ കൊണ്ടുവരാൻ കഴിയുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഖുർആനിലെ ഒരു സൂറത്തിന് പകരം ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയുമോ? അല്ലെങ്കിൽ ഒരു ആയത്തെങ്കിലും പകരം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഖുർആനിലൂടെ തന്നെ അള്ളാഹു മുശ്രിക്കീങ്ങളെ വെല്ലുവിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് മുശ്രിക്കീങ്ങൾക്ക് സന്തോഷമായി ഒരു ചെറിയ സൂറത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആ ബാക്കിയുള്ളതൊക്കെ വലിയ വലിയ സൂറത്തുകളാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഈ ചെറിയ സൂറത്തിന് പകരം ഒരു സൂറത്ത് നമുക്ക് കൊണ്ടുവരാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുകയാണ്. ആ സമയത്ത് അവരുടെ കൂട്ടത്തിലെ വലിയ സാഹിത്യകാരനാണ് ലബീദ് ബിൻ റബീഹ. വലിയ സാഹിത്യകാരനായിരുന്നു. ആ ലബീദ് ബിൻ റബീഹയുടെ പാട്ടുകൾ കേട്ടാൽ കേട്ട ആളുകൾ ആ ലബീദ് ബിൻ റബീഹയ്ക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുമെന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അത്രത്തോളം വലിയൊരു സാഹിത്യകാരനായിരുന്നു. ആ സാഹിത്യകാരനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഈ ചെറിയൊരു സൂറത്ത് ഖുർആനിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇതിന് പകരം ഒരു സൂറത്ത് നീ നിർമ്മിക്കണം. അങ്ങനെ ലബീദ് ബിൻ റബീഹ ഇത് പാരായണം ചെയ്ത് നോക്കി. എന്നിട്ട് പറയാൻ, എനിക്കിതിന് പകരം ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയുകയില്ല. എന്നാൽ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, ഒരു ആയത്തെങ്കിലും നീ കൊണ്ടുവാ പകരം. ആ സമയത്ത് ഒരു ആയത്ത് ലബീദ് ബിൻ റബീഹ രചിക്കുകയാണ്. മാ ഹുവ ഖൗലുൽ ബശർ, ഇതൊരു മനുഷ്യന്റെ വാക്കല്ല. അള്ളാന്റെ പരിശുദ്ധ ഖുർആനിൽ ഈ ചെറിയ സൂറത്ത് അമാനുഷികമാണ്, ഇത് ദൈവികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ആയത്ത് നിർമ്മിക്കുകയാണ്. മാ ഹുവ ഖൗലുൽ ബശർ, ഇതൊരു മനുഷ്യന്റെ വാക്കല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ലബീദ് ബിൻ റബീഹ ഈ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് മാനസാന്തരം സംഭവിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഓടുകയാണ്. എന്നിട്ട് ഹബീബായ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത്. ഈ സൂറത്ത് നമ്മൾ ഒരു തവണ തന്നെ പാരായണം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ്. മീമില്ലാത്തൊരു സൂറത്താണ്. നമുക്ക് ഇത് പാരായണം ചെയ്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. സ്ഥിരമായിട്ട് സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്നാണ്. സമ്പത്ത് വർദ്ധിക്കും. സമ്പത്ത് ഇങ്ങനെ നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ബിസിനസ്സിലൊക്കെ ഇങ്ങനെ അഭിവൃദ്ധി ഉണ്ടാകും. എന്നിട്ട് സമ്പത്ത് വർദ്ധിക്കുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് ശത്രുക്കളിൽ നിന്ന് കാവൽ ലഭിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ ആയത്തോളം നമുക്ക് എപ്പോഴും പാരായണം ചെയ്യാൻ കഴിയുന്ന സൂറത്താണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പാരായണം ചെയ്യുക. ശത്രുക്കളിൽ നിന്നൊക്കെ വലിയ സംരക്ഷണം ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുമെന്നാണ്. അതുപോലെ തന്നെ ഹൗദുൽ കൗസറിൽ നിന്ന് നമുക്ക് കോരിത്തരുമെന്നാണ്. അള്ളാഹു നമുക്ക് ആ വലിയ സൗഭാഗ്യം ലഭിക്കുന്നവർ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ സൂറത്ത് സ്ഥിരമായി പാരായണം ചെയ്യുന്നവർക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് കോരി നൽകുമെന്നാണ്. അതുപോലെ തന്നെ
വെള്ളിയാഴ്ച രാവിൽ 100 തവണ പാരായണം ചെയ്യുക. അങ്ങനെ 11 വെള്ളിയാഴ്ച രാവിൽ ഇത് സ്ഥിരമായി പാരായണം ചെയ്താൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുമെന്നാണ്. മഅദല്ലാഹ്, വലിയ സൗഭാഗ്യമല്ലേ അത്? ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണുള്ളത്? നമ്മുടെ കണ്ണിന് കിട്ടാവുന്ന വലിയ നയനാനന്ദകരമായ ഒരു കാഴ്ചയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക എന്നാൽ. അങ്ങനെ ഓരോ വെള്ളിയാഴ്ച രാവിലും 100 തവണ, അങ്ങനെ 11 വെള്ളിയാഴ്ച രാവിലെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്താൽ എന്താവും? നമുക്കത് ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയും. ഹൈലുള്ള സ്ത്രീകളൊക്കെ ഇടവിട്ട് അവർക്ക് അതിന്റെ സമയം കഴിച്ച് ബാക്കിയുള്ള സമയത്ത് ചെയ്താൽ മതി. ആ സമയം ഒഴിവാക്കി ബാക്കിയുള്ള സമയത്ത് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഹബീബായ തങ്ങളെ കാണാൻ കഴിയും. ഹബീബായ തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ സൂറത്തായതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങളുമായി ഏറെ ബന്ധമുള്ള ഒരു സൂറത്താണ്. അതുപോലെ തന്നെ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് മക്കളില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് മക്കളുണ്ടാകും, സന്താന സൗഭാഗ്യം ലഭിക്കാൻ ഉതകുന്ന ഒരു സൂറത്താണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ റിസ്കിൽ ബർക്കത്തുണ്ടാകും. ഈ സൂറത്ത് സ്ഥിരമായി പാരായണം ചെയ്യുന്നവർക്ക് എന്നാണ്. അതുപോലെ തന്നെ മോഷ്ടിക്കപ്പെടുകയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവരുടെ മുതലൊന്നും ആരും മോഷ്ടിക്കപ്പെടാതെ അവർക്കൊരു കാവൽ ലഭിക്കുമെന്നാണ്. അതുപോലെ തന്നെ 129 തവണ ഓതിയാൽ മാരകമായ രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൃദയം കുടുസായ ആളുകളുണ്ട്. ഹൃദയം ചുരുങ്ങിപ്പോവുക, ഹൃദയം കട്ടിയായി പോവുക എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്. അതൊക്കെ നമ്മൾ തെറ്റിലേക്ക് പോയാലും തെറ്റ് ചെയ്തതായിട്ട് നമ്മുടെ ഹൃദയത്തിന് തോന്നാത്ത ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഹൃദയ വിശാലത ലഭിക്കാൻ ഉതകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന് രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 100 തവണ ഓതിയിട്ട് ദുആ ചെയ്താൽ, മഴ പെയ്യുന്ന സമയത്ത് ഈ സൂറത്ത് എന്ത് ചെയ്യുക? 100 തവണ ഓതിയിട്ട് ദുആ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ, നമ്മുടെ വലിയ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ച് ലഭിക്കുമെന്നൊക്കെ മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കണ്ണ് സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ എന്ത് ചെയ്യുക? ഈ സൂറത്ത് ഓതിയിട്ട് റോസ് വാട്ടർ, പനനീര്, ആ പനനീരിൽ എന്ത് ചെയ്യുക? ഇത് ഓതിയിട്ട് ഊതുക. എന്നിട്ട് അത് കണ്ണിൽ ഇങ്ങനെ ഒറ്റിച്ചാൽ കണ്ണിന്റെ കാഴ്ച വർദ്ധിക്കുമെന്നൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ സൂറത്ത് ചെറിയൊരു സൂറത്താണ്, സ്ഥിരമായി പാരായണം ചെയ്യുക. വലിയ മഹത്വം നമുക്ക് ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യുക? ഇത് സ്ഥിരമായിട്ട് 7 തവണയൊക്കെ പാരായണം ചെയ്താൽ വലിയ പുണ്യം നമുക്ക് ലഭിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ, നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലീകരിക്കാൻ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറാൻ, നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തന്നെ ഇത് 7 തവണയൊക്കെ പാരായണം ചെയ്താൽ ഉതകുമെന്നാണ്. അതുപോലെ തന്നെ 1 തവണയെങ്കിലും നമ്മൾ നിത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്നും ചെല്ലാമെന്ന് പറഞ്ഞ ആ ചെറിയൊരു ദിക്ർ, നമുക്ക് എല്ലാ വിപത്തുകളിൽ നിന്നും നമുക്ക് സംരക്ഷണമേകുന്ന ആ ഒരു ദിക്ർ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറുതായിട്ടൊന്ന് ദുആ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ ഞാൻ ആ ദിക്ർ നൽകാം, എല്ലാവരും ചൊല്ലുക. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ വലിയ മഹത്വമുള്ള ദിക്റാണ്. നമ്മൾ അതിന്റെ മഹത്വങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. 3 തവണ നമ്മൾ എന്നും ഇത് ചൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 3 തവണ നമ്മൾ ചൊല്ലി ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ദുആ ചെയ്ത് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു റഹ്മാനെ, രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങളെ എല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഈ നൂറ് സബാഹിന്റെ പ്രേക്ഷകർ അല്ലാഹുവെ, അവരുടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്ത് മാഫാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ ഉന്നതിയിലെത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ബിസിനസ്സിൽ, കച്ചവടങ്ങളിൽ, വരുമാന മാർഗങ്ങളിൽ, ജോലിയിലൊക്കെ നീ ഖൈറും ബർക്കത്തും റഹ്മത്തും റാഹത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഉയർച്ച നൽകണേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലാഹ്, എല്ലാം നിനക്കറിയാമല്ലോ റഹ്മാനെ. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ റഹ്മാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.